All right, welcome to the first session of Zine Academy's Zero to Cyber Security. എനിക്ക് ജയിലിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതും കൂടി പറയണം. Disclaimer, any actions or activities related to the material contained within this training is solely your responsibility. Blah blah blah, yada yada yada. ബാക്കി നിങ്ങൾ വായിച്ചോ. This training is for educational and research purposes only. Do not attempt to violate the law with anything we teach you here. All right. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസമില്ല. നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അതിന് മാത്രമുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. യെസ്, ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ റിയലി ബാഡ് വേസ് വിച്ച് യു ആർ നോട്ട് സപ്പോസ് ടു യൂസ്. പ്ലീസ്, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു ജെയിൽ. ഓൾ റൈറ്റ്, ബാറക്കല്ലാഹു ഫീക്ക്. അപ്പം വെൽക്കം ടു ദി ഫസ്റ്റ് സെഷൻ. അപ്പം ഐ എം സോ ഗ്ലാഡ് ടു ഹാവ് യു ഓവർ. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഇമേജസ് മറ്റേ പച്ച കളറ് കോഡിങ്ങിന് വരുത്തും, പിന്നെന്താണ് മറ്റേ ഫുഡ് ഇരുട്ടത്തിരിക്കലൊക്കെ ആയിരിക്കും. അതൊന്നും നിർബന്ധമില്ല. ഇരുട്ടത്തിരിക്കണമെന്നോ വെളിച്ചത്തിരുന്നാൽ മതി. പച്ച കളർ അതിനൊന്നും അല്ല. അത് നമുക്ക് കളർ മാറ്റി പച്ച കളർ ആക്കാം, പക്ഷേ അതിനൊന്നും നിർബന്ധമില്ല. എനിവേസ്, സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ അതൊന്നുമല്ല. എന്താണ് സൈബർ സെക്യൂരിറ്റി? സൈബർ സെക്യൂരിറ്റി നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാക്കെങ്കിലും കേട്ട് വെച്ചിട്ടുണ്ടാവും. ചില ആളുകൾക്ക് നല്ല ധാരണ ഉണ്ടാവും, ചില ആളുകൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും വാക്ക് എന്തോ കമ്പ്യൂട്ടറിനെ പറ്റിയ എന്ന് അറിയലേ ഉണ്ടാവുള്ളൂ. എനിവേസ്, വിൽ അസ്യൂം ദാറ്റ് യു നോ നത്തിങ്. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ എന്നുള്ള ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോകും. റൈറ്റ്. അപ്പോൾ എന്താണ് സൈബർ സെക്യൂരിറ്റി? സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി പണി തന്നെയാണ്. ഓക്കെ, അത് മോശമാക്കി പറയല്ല കേട്ടോ. സെക്യൂരിറ്റി പണി ഒരു മോശമായിട്ട് പറയല്ല. നിങ്ങളൊരു എന്താ പറയുക, ഒരു ബാങ്കിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ മോളിൻ്റെ മുന്നിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഓഫീസിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയുള്ളൊരു സെക്യൂരിറ്റി പണി തന്നെയാണ് എന്ത്, സൈബർ സെക്യൂരിറ്റി. അതേ പണി പക്ഷേ ഡിജിറ്റൽ വേൾഡിൽ. അത്രയേ ഉള്ളൂ. അതായത് ഇപ്പം എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കി, ഈ സെക്യൂരിറ്റി ആളുകളുടെ പണി എന്താണ്? ആവശ്യമുള്ള ആളുകളെ മാത്രം കടത്തി വിടുക. ഇപ്പോൾ ഒരു കോളേജിൻ്റെ സിനാരിയോയിലാണെങ്കിൽ കോളേജ് ID കാർഡുള്ള കുട്ടികളെ മാത്രം കടത്തി വിടുക. പിന്നെ ആരൊക്കെയാണ് വരുന്നത് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓത്തറൈസേഷൻ ഇല്ലാത്ത ആളുകളെ ഉള്ളിൽ കയറ്റാതിരിക്കുക. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഏതെങ്കിലും ആൾ ബടക്കത്തരം കളിച്ചാൽ ഓനെ പിടിച്ച് പുറത്തിടുക തുടങ്ങിയ കാര്യങ്ങളല്ലേ ശരിയായൊരു സെക്യൂരിറ്റി പണിക്കാരൻ ചെയ്യാം. അതായത് ഫിസിക്കൽ. അത് തന്നെയാണ് ആരും ചെയ്യുന്നത്, ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റും ചെയ്യുന്നത്. ഓക്കെ, അത് എക്സെപ്റ്റ് അത് ഡിജിറ്റലാണ്. ഓക്കെ, അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പം സൈബർ സെക്യൂരിറ്റി രണ്ട് വാക്കിൽ തന്നെ ഇറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി. റൈറ്റ്. അപ്പം നൗ ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് നമ്മൾ പ്രാക്ടിക്കലിലാണ് ഫോക്കസ് ചെയ്യാൻ. യെസ്, പ്രാക്ടിക്കൽ തന്നെയാണ് നമ്മളുടെ ഫോക്കസ്. പ്രാക്ടിക്കൽ ചെയ്താലേ നമ്മൾ ഈ സാധനം പഠിയുള്ളൂ. മാത്സ് എല്ലാം പോലെയാണ്, നമ്മൾ കുറേ തിയറി കേട്ട് നമുക്ക് ഇതങ്ങ് പഠിക്കില്ല, പ്രാക്ടിക്കലേ ചെയ്യണം. പക്ഷേ ചില തിയറികൾ പഠിച്ചാലേ നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ചില തിയറികൾ നമുക്ക് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇത് മനസ്സിലായാലേ നമുക്ക് മുന്നോട്ട് ഈ ബേസ് ബിൽഡ് ചെയ്യണം. ഓക്കെ, ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. ഫൗണ്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്. അപ്പം ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷനും കൂടി പറയാം. ഓൾറൈറ്റ്. സൈബർ സെക്യൂരിറ്റി ഈസ് എ പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്ടിങ് സിസ്റ്റംസ്, networks and data from digital attacks, unauthorized access and damage, and understanding how these attacks happen in the first place. അപ്പം എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി ഗാർഡിന് ഒരു ബിൽഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്? അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബിൽഡിംഗ് അല്ല, നമുക്കൊരു സിസ്റ്റമാണ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഒരു ബിൽഡിങ്ങിന് ഡോർ ഉള്ളതുപോലെ ആ സിസ്റ്റത്തിന്, നമ്മളെ പെർസ്പെക്റ്റീവ് നോക്കുമ്പം ആ സിസ്റ്റത്തിന് ലോഗിൻ പേജസുകൾ ഉണ്ടാവും. പിന്നെ സിസ്റ്റത്തിന് ബിൽഡിങ്ങുകൾക്ക് പൂട്ടുള്ളതുപോലെ സിസ്റ്റത്തിന് പാസ്വേഡ്സ് ഉണ്ടാവും. ബിൽഡിങ്ങുകൾക്ക് സെക്യൂരിറ്റി ക്യാമറ ഉള്ളതുപോലെ നമ്മളുടെ സിസ്റ്റത്തിന് മോണിറ്ററിങ് സിസ്റ്റംസ് ഉണ്ടാവും. അതിനൊക്കെ എല്ലാം നമ്മൾ വരും. പിന്നെ ബിൽഡിങ്സിന് നമ്മളെ ക്യാമറേൻ്റെ ഒരു ഗുണമാണ്, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമുക്ക് തിരിച്ചു പോയി നോക്കാനുള്ള സൗകര്യം. അതിന് നമ്മൾ എന്ത് പറയും, എല്ലാ കാര്യവും നോട്ട് ചെയ്ത് വെക്കുന്നതിന് ലൈക്ക് ഡിജിറ്റൽ വേൾഡിൽ നമ്മളതിന് ലോഗ്സ് എന്ന് പറയും. അപ്പം ഇതെല്ലാം ഇറ്റ്സ് വെരി സിമിലർ. ഓക്കെ, സെയിം ഐഡിയ ആണ്, സെയിം സംഭവമാണ്, എക്സെപ്റ്റ് രണ്ട് ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ് എന്നേ. ഒന്ന് ശരിയായ ലോകം, മറ്റേത് ഡിജിറ്റൽ വേൾഡ്. ഓൾറൈറ്റ്. അപ്പം അതാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഈ 3 വാക്കുകളാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് സിസ്റ്റംസും നെറ്റ്വർക്ക്സും ഡേറ്റ. ഓക്കെ, അപ്പം ഇത് മാത്രം പോരാ. നമ്മൾ ഒരു നല്ല സെക്യൂരിറ്റി ഗാർഡ് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു ബാങ്കിൻ്റെ നല്ല സെക്യൂരിറ്റി ഗാർഡിന് ആ ചെങ്ങായിക്ക് എന്ത് ധാരണ വേണം, ഈ ബാങ്കിൻ്റെ എവിടെയൊക്കെയാണ് എൻട്രൻസ് ഉള്ളത്, ഓക്കെ, ഏതൊക്കെ എൻട്രൻസിൽ കൂടെയാണ് ആളുകൾ ചിലപ്പം കടന്നു കയറാൻ സാധ്യതയുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ബാങ്കിന് ബാക്കിലൊരു ഡോറുണ്ടോ, ആ ഡോറിൻ്റെ പൂട്ടിന് ശക്തി ഉണ്ടോ, അത് ചവിട്ടി പൊളിച്ചാൽ ഉള്ളിൽ കയറാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾക്ക് ആർക്ക് ധാരണ വേണം? ഈ സെക്യൂരിറ്റി ഗാർഡിന് ധാരണ വേണം. ഈ സെക്യൂരിറ്റി ഗാർഡിന് ഇത് എന്തിനാണ് ധാരണ വേണ്ടത്? അയാൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല,
അയാൾക്ക് ഇത് ധാരണ ഉണ്ടായാലേ അയാൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് തടുക്കാൻ പറ്റുള്ളൂ. സെയിം കോൺസെപ്റ്റ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും പെട്ടെന്ന് എത്തിക്കൽ ഹാക്കിംഗ് വിചാരിക്കും അല്ലേ. അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് ഈ സൈബർ സെക്യൂരിറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് എങ്ങനെ ആലോചിക്കും നിങ്ങൾ, നമ്മൾ ഇത്രയെല്ലാം പഠിച്ചിട്ട് നമ്മൾ ഹാക്കാണോ ചെയ്യുന്നത്? ഹാക്ക് ചെയ്യുന്നത് തെറ്റല്ലേ? ഹാക്ക് ചെയ്യുന്നത് തെറ്റല്ല, ഹാക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. കാരണം എന്താ, എന്നാലേ നമുക്ക് തെറ്റായ രീതിയിൽ ഹാക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. നേരത്തെ ഈ സെക്യൂരിറ്റി ഗാർഡിന് ആലോചിക്കും, ഒരു സെക്യൂരിറ്റി ഗാർഡ് പുതുതായ ആ സെക്യൂരിറ്റി ഗാർഡിനെ റിക്രൂട്ട് ചെയ്തു. ഓനക്ക് ആ ബിൽഡിങ്ങിനെ പറ്റിയുള്ള ഒരു എത്തും പിടിയില്ല. എവിടെയൊക്കെ എൻട്രൻസ് ഉണ്ട്, ഏതൊക്കെ ജനൽ ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് തുറക്കാൻ പറ്റും, ഒരു ധാരണയില്ല. അവനക്ക് നല്ലോണം ആ പണി ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഓനക്ക് അറിഞ്ഞൂടെ ഈ ബിൽഡിങ്ങിന് വൾണറബിലിറ്റീസ് എവിടെയൊക്കെയാണ് ആ സെക്യൂരിറ്റി ഗാർഡിന് അറിയില്ല. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് എങ്ങനെ ചിന്തിക്കണം? ഒരു കള്ളൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം, ഒരു ബാങ്ക് റോബർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം അല്ലേ. അതുപോലെ ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ എത്തിക്കൽ ഹാക്കിങ്ങോ അല്ലെങ്കിൽ നമ്മൾ തൽക്കാലം നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെങ്ങനെ ചിന്തിക്കണം? നമ്മളൊരു ഹാക്കർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം. ആ ചിന്തിക്കുന്നൊരു രീതിയുണ്ട്. നമ്മളെ എവിടെയാണ് ഈ ബിൽഡിങ്ങിനെ പൊട്ടിച്ചുള്ളിൽ കടക്കാനുള്ള വഴികൾ, അഥവാ വൾണറബിലിറ്റീസ് എന്നാണ് നമ്മൾ പറയുക. എവിടെയാണ് ഇതിൻ്റെ വൾണറബിലിറ്റീസ്, ഈ സിസ്റ്റത്തിൻ്റെ എവിടെയൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന വഴികൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മനസ്സിലാക്കണം. എന്നാലാണ്, അതായത് ഇതിൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കിയാലാണ് നമുക്ക് ആ വീക്ക്നെസ് തടയിടാൻ പറ്റുള്ളൂ എന്ന് ചുരുക്കം. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സോ ദാറ്റ് യു ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഐ ഷെയർ ദ സ്ക്രീൻ. അപ്പോൾ ഞാനൊരു കാര്യം സെർച്ച് ചെയ്യാം. ഓക്കെ, ഇത് ഗൂഗിൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗൂഗിൾ. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഗൂഗിൾ. അപ്പം ഈ ഗൂഗിള് നമുക്കൊരു കാര്യം ഒരു പ്രത്യേക രീതിയിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക് കാര്യങ്ങൾ മാത്രം കിട്ടും. ഓക്കെ, അങ്ങനെ ഞാൻ എനിക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇൻ URL വ്യൂവർ ലൈവ് index.html. ഓക്കെ, ഇതായിരിക്കും കണ്ടോളേ. നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. ഇനി കണ്ടോളേ, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് റാൻഡംലി ഏതൊന്ന് സെലക്ട് ചെയ്യാം. ഉണ്ടോ, ഇതെവിടുത്തെയോ ക്യാമറയാണ്. സുബ്ഹാനല്ലാഹ്, ഇതെവിടുത്തെയോ ക്യാമറേൻ്റെ ആക്സസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇതൊരു പ്രൈവറ്റായി വെക്കേണ്ട ക്യാമറയായിരുന്നു, പക്ഷെ അത് പബ്ലിക് ആക്കിയിട്ടാണ്. അവരതിനെ സെക്യൂരിറ്റി ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഇത് മാത്രമാണോ? അല്ല, ഒരുപാട് ഓപ്പൺ ക്യാമറാസ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, വേറെ ഇതെന്താ ബീച്ച് എങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ. എന്താ ഒരു കപ്പൽ പോകുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് ലൈവ് ക്യാമറയാണ്. ഇതിപ്പോൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആക്സസ് കിട്ടി. നമ്മളിവിടെ ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിവിടെ ഹാക്ക് ചെയ്യാന്ന സെൻസ് നമ്മൾ ഇവരുടെ പാസ്വേഡ് ക്രാക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇവരുടെ നെറ്റ്വർക്ക് സ്കാൻ ചെയ്തിട്ട് അതിനകത്തുള്ള വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഓപ്പൺലി ഉള്ള സാധനം നമ്മൾ ജസ്റ്റ്, അതായത് ഓപ്പൺലി ഉണ്ട്, നമ്മൾ ജസ്റ്റ് ആ സാധനം തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ. നമുക്കൊരു വലിയ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു വലിയ ലൈബ്രറി, ആയിരക്കണക്കിന് ബുക്കുകളുള്ള ലൈബ്രറി. ആ ലൈബ്രറിയിൽ എന്തുണ്ട്? ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ഉണ്ട്. നമ്മളുടെ പണി എന്താണ്? നമ്മൾ ഒരു രാജ്യത്തിൻ്റെ മിലിറ്ററി ക്യാമ്പിൽ അടിച്ച് കുത്തിപ്പൊളിച്ചു പോയി അത് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഈ ലൈബ്രറിയിൽ ലക്ഷക്കണക്കിന് ബുക്കുകളുടെ ഇടയിൽ നിന്ന് അത് കണ്ടുപിടിച്ചാൽ മതി. അതുപോലെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. നമ്മളിപ്പോൾ ഹാക്ക് ചെയ്തിട്ടില്ല. ഇതിനാണ് സഹോദരങ്ങളെ നമ്മൾ എന്ത് പറയുക, OSINT, ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വിഷയം. അപ്പോൾ ഈ വാക്ക് തന്നെ എന്താണ് സാധനം എന്നുണ്ട്. OSINT, ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ തരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നു വാട്ട് ഇസ് OSINT. OSINT stands for Open Source Intelligence. Let me break that down word by word because even those three words can confuse people. ഓപ്പൺ സോഴ്സ്, ഈ ഓപ്പൺ സോഴ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, പിന്നെ എന്താണ് ഇപ്പം ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ വേറെ ഏതാണ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള AI ബോട്ടുകളൊക്കെ ഉണ്ട്, AI ലാംഗ്വേജ് മോഡൽസ് എല്ലാം ഉണ്ട്. ഓക്കെ, എനിവേസ്, അപ്പം അതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ സോഴ്സ് ഡസ് നോട്ട് മീൻ ഓപ്പൺ സോഴ്സ് കോഡ് ലൈക്ക് ലിനക്സ് ഓർ ഫയർഫോക്സ്. ഇറ്റ് മീൻസ് പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ പബ്ലിക്ലി ഓപ്പണാണ്. ലിറ്ററലി ആ വാക്കിൻ്റെ അർത്ഥം മൊത്തം ഓപ്പണാണ്, പുറത്തുണ്ടത്. സ്റ്റഫ് എനിവൺ ക്യാൻ ടെക്നിക്കലി ആക്സസ്, സ്റ്റഫ് ദാറ്റ്സ് ജസ്റ്റ് ഔട്ട് ദെയർ. അതായത് ആ സാധനം പുറത്തുണ്ട്,
ഓക്കെ, നമ്മൾ ഞെട്ടിപ്പോൾ നമ്മളുടെ പല ആളുകളുടെയും ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിലുണ്ടാവും. അതായത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാളുടെ ഞാൻ ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് പറഞ്ഞുതരാം. സ്ക്രിപ്ഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, SCRIBD. ഈ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ എനിക്കൊരു PDF ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോണിലുള്ള 5 PDFs അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പം ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ഫോണിലുള്ള ഏതെങ്കിലും ചില കോൺഫിഡൻഷ്യൽ PDFs ഒക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു സഹോദരൻ, അവർ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ, അങ്ങനെ പറഞ്ഞാൽ പലർക്കും അറിയുന്ന വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ. അപ്പം ഞാൻ ഇവരുടെ പേരിങ്ങനെ ഗൂഗിൾ ഡോർക്ക് ഒരു പ്രത്യേക രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവരുടെ കമ്പനീൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻഷ്യൽ ഒരു എന്താണ്, കമ്പനീൻ്റെ ഉള്ളിൽ കോൺഫിഡൻഷ്യൽ ആണോ അല്ലെങ്കിൽ കമ്പനീൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കേണ്ട ഒരു ഫയൽ ഇൻ്റർനെറ്റിൽ. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഏതോ ഒരു വ്യക്തിക്ക്, ആ കമ്പനിയുള്ള ഏതോ ഒരു വ്യക്തിക്ക് സ്ക്രിപ്ഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് എന്തോ PDF ഡൗൺലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ അയാളുടെ ഫോണിൽ ഈ സാധനം ഉണ്ടാവും, അയാളിതങ്ങ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഈ വ്യക്തി, അതായത് എൻ്റെ സഹോദരൻ എന്നോട് ചോദിച്ചെങ്കിൽ അതെനിക്ക് എടുത്തു തരുമോ, കാരണം അത് ഉണ്ടെങ്കിൽ എനിക്കെന്താണ് കമ്പനിയിൽ എനിക്ക് പ്രൊമോഷനൊക്കെ ചോദിക്കാം. ബ്ലാക്ക് മെയിൽ എന്ന രീതിയിലല്ല, മറ്റു പൊസിഷൻസൊക്കെ നോക്കിയിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് കണക്ഷൻസൊക്കെ നോക്കിയിട്ട് എനിക്ക് പ്രൊമോഷനിലേക്ക് നീങ്ങാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ വാക്ക് ഇൻ്റലിജൻസ് ഡസൻറ്റ് മീൻ സ്പൈ സ്റ്റഫ്. നമ്മൾ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെൽ ഇറ്റ് ഡസ്, ബട്ട് നോട്ട് ജസ്റ്റ് ദാറ്റ്. ഇൻ്റലിജൻസ് മീൻസ് ടേക്കിംഗ് റോ ഇൻഫർമേഷൻ ആൻഡ് ടേണിംഗ് ഇറ്റ് ഇൻടു സംതിങ് യൂസ്ഫുൾ, ഫൈൻഡിങ് ഇറ്റ്, അനലൈസിങ് ഇറ്റ്, കണക്റ്റിംഗ് ദി ഡോട്ട്സ്. അപ്പോൾ എന്താണ് OSINTൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്? ഫൈൻഡിങ് ആൻഡ് അനലൈസിങ് പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ ടു ബിൽഡ് എ ക്ലിയർ പിക്ചർ ഓഫ് സംതിങ് ഓർ സമ്മൺ. അപ്പം ഈ OSINTൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ ഇതെല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ല. ചില ആളുകളുടെ അവർക്ക് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ്. എന്താണ് ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് എന്ന് വെച്ചാൽ അതിന് വേറൊരു വാക്കാണ് ബ്രെഡ് ക്രംസ് എന്ന് പറയും. അതായത് ഇപ്പോൾ രാത്രി വീട്ടിൽ ആരും കാണാണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ മേലേന്ന് 3 മണിക്ക് ഇറങ്ങി നിങ്ങൾ താഴെ പോയി നിങ്ങൾ ബ്രെഡ് കഴിച്ചു എന്ന് വെച്ചു. അപ്പോൾ ബ്രെഡ് കഴിച്ച് നിങ്ങൾ കുറച്ച് ബ്രെഡ് ക്രംസ് അവിടെ ബാക്കി ഇട്ടാൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവുണ്ടായിരുന്നല്ലോ. അതുപോലെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ്, അതായത് എന്തൊക്കെ ഫുട് പ്രിൻറ്റ്സ് ആണ് നിങ്ങൾ ഡിജിറ്റലി ബാക്കി വെച്ചത്. നിങ്ങളൊരു ബീച്ചിൻ്റെ ഇവിടെ മുതൽ അവിടെ വരെ നടന്നാൽ നിങ്ങൾ നടന്ന ഓരോ കാൽപാദവും ഒരാൾക്ക് ട്രേസ് ചെയ്ത് പോകാൻ പറ്റുമല്ലോ. അതുപോലെ ഡിജിറ്റലി നമ്മളുടെ പലരുടെയും, നമ്മളുടെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ എല്ലാവർക്കും എന്തെങ്കിലും ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടാവും. അത് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് ഇല്ലാണ്ട് ഇക്കാലത്ത് ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മളുടെ ഡാറ്റ, നമ്മളുടെ യൂസർ നെയിമും നമ്മളുടെ പാസ്വേഡും നമ്മളുടെ പേരും അഡ്രസ്സൊക്കെ ഡാർക്ക് വെബിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അവിടെ എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് അവിടെ എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെ എത്തുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങി. അപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തൊരു അക്കൗണ്ട് ഉണ്ടാക്കും. നിങ്ങൾ എന്തെന്നാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാനിത് സേഫായിട്ട് വെക്കും. പക്ഷേ എൻ്റെ സെർവർ ഹാക്കായിട്ട് ഈ എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഉണ്ടാക്കി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു പക്ഷേ കോടിക്കണക്കിന് ആളുകളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, പോയി ഡാർക്ക് വെബ് പോയിട്ട് ഡംപാവും. അപ്പം ഈ ഡാർക്ക് വെബിൽ പോയി ഡംപാകുമ്പോൾ നമ്മൾ പല ആളുകളുടെ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. നമ്മൾ വിചാരിക്കുക ഏതോ ഒരു സ്കൂൾ പ്രോജക്റ്റിൽ ഒരു ചെക്കൻ ഉണ്ടാക്കിയ ഒരു സ്കൂൾ വെബ്സൈറ്റിൻ്റെ മാത്രമല്ല ഡാറ്റ ബ്രീച്ച്. നമ്മൾ അങ്ങനത്തെ വെബ്സൈറ്റിനെ കുറിച്ചല്ല സംസാരിക്കാം. നേരെ മറിച്ച് ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഡാറ്റ ബ്രീച്ച് സംഭവിച്ചിട്ടുണ്ട്. ഡബ് സ്മാഷിൻ്റെ, വാട്ട്പാഡിൻ്റെ, ടെലിഗ്രാമിൻ്റെ, ഇപ്പോൾ വളരെ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൻ്റെ അടക്കം. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഓൾറെഡി ഡാർക്ക് വെബിൽ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഷോ യു. ഡിഹാഷ്ഡ് ഒരു വെബ്സൈറ്റാണ്, പക്ഷേ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു വെബ്സൈറ്റാണ്. എന്ത് ഹാവ് ഐ ബീൻ പോണ്ട്. ഓക്കെ, ഹാവ് ഐ ബീൻ പോണ്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ എൻ്റെ മെയിൽ ID അടിച്ചാൽ, ഇപ്പോൾ എൻ്റെ മെയിൽ ID പഴയ മെയിൽ ID അടിക്കാം. aminu7@gmail.com. ഓക്കെ, ഞാൻ 2020 വാട്ട്പാഡിൻ്റെ എന്ത് ചെയ്തു, വാട്ട്പാഡിൻ്റെ ഡാറ്റ ബ്രീച്ച് സംഭവിച്ചു. അതിൻ്റെ അകത്ത് എൻ്റെ ഡീറ്റെയിൽസും പോയി. അതായത് എൻ്റെ വാട്ട്പാഡിൽ എനിക്ക് ഉണ്ടായിരുന്ന ബയോ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, ജെൻഡർ, എൻ്റെ IP അഡ്രസ്സ്, വാട്ട്പാഡിൽ ഞാൻ ഉപയോഗിച്ച പാസ്വേഡ് എല്ലാം പോയി. എല്ലാം അവിടെ ഓൾറെഡി ഉണ്ട് എന്ന് ചുരുക്കം. ക്യാൻവ, ഓക്കെ, മെയ് 2019 ക്യാൻവ എൻ്റെ പോയി. പിന്നെ വേറെ എന്താ,
പിന്നെ ഡബ് സ്മാഷ്, ഇതൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം എൻ്റെ സ്പോക്കൺ ലാംഗ്വേജ് ഓക്കെ, സ്പോക്കൺ ലാംഗ്വേജ് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട് ഡാർക്ക് വെബിൽ, നിങ്ങൾ കാണുന്നില്ല അല്ലേ? ഓക്കെ, സ്പോക്കൺ ലാംഗ്വേജ് അടക്കം എന്തുണ്ട് ഡബ് സ്മാഷിൽ അല്ലെങ്കിൽ ഡാർക്ക് വെബിലുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഓൾറെഡി ഡാർക്ക് വെബിലുണ്ട് എന്ന് ചുരുക്കം. അപ്പം ഇതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് പോലെ തരാം. നിങ്ങളുടെ എന്തൊക്കെയാണ് ഡേറ്റ, ഈ ഒരു വെബ്സൈറ്റ് ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞിട്ടാണ്. ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഈ ഡാറ്റാസാണ് കോംപ്രമൈസ്ഡ് എന്നല്ലേ കാണിക്കുള്ളൂ. ഈ കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഡാറ്റ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പാസ്വേഡ്സ് എന്നല്ലേ കാണിക്കുന്നുണ്ട്. ഈ പാസ്വേഡ് എന്താണെന്നും കൂടി പറഞ്ഞു തരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിതെൻ്റെ കുടുംബക്കാരോട് വരെ, ഞാൻ ചില ആളുകളോട് വരെ എന്ത് ചെയ്തിട്ടില്ല, ഈ വെബ്സൈറ്റ് പറഞ്ഞു കൊടുക്കില്ല. ഇങ്ങനത്തെ സംഭവം ഉണ്ട് എന്നും ഓൽക്ക് ഞാൻ ഓലെ ഡാറ്റ ബ്രീച്ച് ഞാൻ ചിലപ്പോൾ ചോദിക്കും, ഇതല്ലേ നിങ്ങളെ ഫോൺ നമ്പർ, ഇതല്ലേ പാസ്വേഡ്, അങ്ങോട്ട് ചോദിക്കും എന്നല്ലാണ്ട് ഞാൻ ഈ വെബ്സൈറ്റ് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം പറഞ്ഞു കൊടുക്കാത്തതിനൊരു കാരണം, ജസ്റ്റ് കൺഫേമിങ് ദ മൈക്ക് സോൺ, പറഞ്ഞു കൊടുക്കാത്തതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇത് അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഓക്കെ, നമുക്ക് ആളുകളെ ശരിക്കും പേടിപ്പിക്കാനും ആളുകളെ ബുദ്ധിമുട്ടിക്കാനും, ഇൻഫാക്റ്റ് നമുക്ക് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് കിട്ടാനും വരെ എന്ത് ചെയ്യും, ഇത് സഹായിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഏത് വിഷയം പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതൊന്നും ഉപയോഗിക്കേണ്ടതെന്ന് ചുരുക്കം. എനിവേയ്സ്, അപ്പോൾ ആ വെബ്സൈറ്റാണ് intelbase.is. intelbase.is. ഞാനതിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ടോ എന്ത് ചെയ്യാം, intelbase.is എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയേക്കാം. എനിവേയ്സ്, അപ്പം ഇതെല്ലാമാണ് ഇതെല്ലാം OSINTൻ്റെ വ്യത്യസ്ത ടൂളുകളാണ്. ഓക്കെ, ഇനി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഇപ്പം google.com ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഗൂഗിൾ തുറന്നു, google.com. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് വ്യത്യസ്ത ഗൂഗിൾ ഡോർക്കിംഗ്, നിങ്ങളെ ഹാൻഡ് ബുക്കിൽ നോക്കിയാൽ ഗൂഗിൾ ഡോർക്കിങ്ങിൻ്റെ വ്യത്യസ്ത ടൈപ്പ്. എന്താണ് ഗൂഗിൾ ഡോർക്കിംഗ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കോൺഫിഡൻഷ്യൽ ഡേറ്റ, അപ്പോൾ കോൺഫിഡൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്ന വേർഡ് വേണം. ഈ വേർഡ് നിർബന്ധമായിട്ടും വേണം. സോറി, എങ്ങനത്തെ ഫയലായിരിക്കണം, ഫയൽ ടൈപ്പ് PDF. ഓക്കെ, അപ്പോൾ ഈ കോൺഫിഡൻഷ്യൽ ഡേറ്റ എന്ന് പേര് വന്ന് എന്നുള്ള വേർഡ് വന്ന് PDFs എനിക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, ഹൈലി കോൺഫിഡൻഷ്യൽ ഡേറ്റ. ഓക്കെ, വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. കോൺഫിഡൻഷ്യൽ ഡേറ്റ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വേറെ ഇപ്പം എന്താ, ഡു നോട്ട് ഷെയർ ദിസ് ഔട്ട്സൈഡ്. ഇതാ കൊളംബിയ യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടിയൊരു കാര്യമാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഇത് പുറത്ത് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഡോക്യുമെൻ്റാണ്. ഓക്കെ, പക്ഷെ അവരത് പബ്ലിക്കലി അറിയാതെ പബ്ലിക്കലി അത് അപ്ലോഡ് ചെയ്ത് പോയി. പക്ഷെ ഇത് അവരുടെ ഉള്ളിൽ മാത്രമുള്ള ഡേറ്റയാണ്. ഓക്കെ, കാരണം ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കലി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഡു നോട്ട് ഷെയർ യു മസ്റ്റ് ലോഗിൻ. ഇവിടെ ഉണ്ടോ, ക്ലിക്ക് ഹിയർ ടു ഒബ്റ്റെയിൻ ദിസ്, പ്ലീസ് ഡു നോട്ട് ഷെയർ ദിസ് ഔട്ട്സൈഡ് ഓഫ് കൊളംബിയ യൂണിവേഴ്സിറ്റി. ഓക്കെ, അതുപോലെ വ്യത്യസ്ത കുംബി ഹിൽ ഇൻഫൻറ്റ് സ്കൂളിൻ്റെ ഡു നോട്ട് ഷെയർ ദിസ് ഔട്ട്സൈഡ്. ഞാൻ തുറക്കുന്നില്ല. സിവിൽ ഏവിയേഷൻ അതോറിറ്റി UK-ൻ്റെ, ഓക്കെ, അവരുടെയും ഡു നോട്ട് ഷെയർ ദിസ് ഔട്ട്സൈഡ് അത് 3 of us. സുബ്ഹാനല്ലാഹ്, 3 ആളുകൾക്ക് മാത്രം പറഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷേ അവർ അപ്ലോഡ് ചെയ്തത് പബ്ലിക്കലിയാണ്. അപ്പം ഡു നോട്ട് ഷെയർ ദിസ് ഔട്ട്സൈഡ് എന്ന് വരുന്ന PDF-ലുള്ള ഫയൽ ടൈപ്പ് PDF-ലുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഗൂഗിളിനോട് നമ്മൾ സെർച്ച് ചെയ്ത് തരാൻ പറയാം. അപ്പോൾ ഇൻഡിവിജ്വലി നമുക്കിങ്ങനെ പഠിക്കാം. ഇനി അതല്ല, ഇതിനൊക്കെ കൂടി കൺസോളിഡേറ്റഡ് ആയിട്ട് ഗൂഗിൾ ഹാക്കിംഗ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഗൂഗിൾ ഹാക്കിംഗ് ഡാറ്റാബേസ്. ഓക്കെ, ഗൂഗിൾ ഹാക്കിംഗ്, ഗൂഗിൾ ഡോർക്കിംഗ്, എക്സ്പ്ലോയിറ്റീവ്, ഗൂഗിൾ ഹാക്കിംഗ് അല്ല, ഗൂഗിൾ ഡോർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഇതൊരു റിപ്പോസിറ്ററിയാണ്. ഓക്കെ,
ഓക്കെ. ഇതിൻ്റെ അകത്ത് വ്യത്യസ്ത നമ്മൾ നേരത്തെ ഗൂഗിൾ ഡോർക്ക് ചെയ്യാൻ ഉപയോഗിച്ച ക്വയറീസൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് ആളുകൾ വെയിറ്റ് ഞാൻ യെസ്, ഇപ്പോൾ ഇതൊരു കളക്ഷനാണ്. ആളുകൾ എന്തെങ്കിലും കണ്ടുപിടിച്ച്, കുറേ ആളുകൾ അവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ച സാധനങ്ങൾ, ഈ പാറ്റേൺസൊക്കെ ആളുകൾ ഡിസ്കവർ ചെയ്തത് അവർ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ പോയിട്ട് CCTV ക്യാമറ ഇങ്ങനെ അടിച്ചാൽ, ഓക്കെ, ഇത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്നില്ല, പക്ഷേ ഇൻ ടൈറ്റിൽ ഇൻഡെക്സ് ഓഫ് CCTV എന്ന് അടിച്ചാൽ അവർ പറയുന്നത് ദിസ് ഗൂഗിൾ ഡോക്ക് ഷോസ് CCTV വീഡിയോ ഫുട്ടേജസ് ഓഫ് അതർ വിച്ച് ആർ സേവ്ഡ് ഇൻസെക്യൂർലി ഓൺ വെബ്സൈറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് കെയ്റ്റൻ അമൃത്തെ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഓക്കെ. ഇത് പലപ്പോഴും ചിലതെല്ലാം ഇത് ഇപ്പോൾ 6 വർഷമായി ഇതൊക്കെ ഫിക്സ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ. പക്ഷേ ഇങ്ങനത്തെ ഗൂഗിൾ ഡോർക്ക് ക്വയറീസിൻ്റെയൊക്കെ ഒരു കൺസോളിഡേഷനാണ്, ഒരു കളക്ഷനാണ് എന്ത് ഈ വെബ്സൈറ്റ് എന്നുള്ളത്, എക്സ്പ്ലോയ്റ്റ് ഡേറ്റാബേസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകത്തുക എന്ന് പറയുന്നതൊക്കെ ഇതാണ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ്. ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയും ഹാക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ഇനിയുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ്. അത് നമ്മളെ ഹാൻഡ് ബുക്കിൽ അതിൻ്റെ ഉത്തരമുണ്ട്. ഞാൻ എന്നെ കുറച്ച് വലുതാക്കട്ടെ, നിങ്ങൾക്ക് എന്നെ കാണണം. ഹലോ. ഓക്കെ. അപ്പം പക്ഷേ ഞാനിവിടെ എന്നെ വെക്കുക. ഓക്കെ. എന്നാൽ സോറി ഗൈസ്, എനിക്ക് എന്നെ കാണാനുള്ള ഭാഗ്യമില്ല, ഞാൻ കുറച്ചുകൂടി ചെറുതാക്കട്ടെ എന്നെ. ഓക്കെ. എനിവേസ് ഓൾറൈറ്റ്. ഓക്കെ. അപ്പം സോറി. അപ്പം എന്തിനാണ് വൈ ഡസ് OSINT മാറ്റർ ഇൻ സൈബർ സെക്യൂരിറ്റി? ഓക്കെ. അപ്പോൾ ഒരു സിനാരിയോ, ഹാക്കർ വോണ്ട്സ് ടു ടാർഗറ്റ് എ കമ്പനി ബിഫോർ ദേ ഡു എനിത്തിങ് ടെക്നിക്കൽ ദേ ഡു OSINT. ഓക്കെ. അവരെയാണ് നമ്മൾ ഈ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ OSINT നമ്മൾ ഉപയോഗിക്കാം. They check the company's LinkedIn to find employee names. They search those names on platforms. They find emails using patterns like firstname.lastname@company.com. They look at job postings. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് വേണം. ഓക്കെ. നമ്മൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ CEOനെ ഹാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ, ആ കമ്പനിക്ക് അയാൾക്ക് ഏറ്റവും ഫേവറേറ്റ് കളർ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നേരെ മറിച്ച് അയാളുടെ യൂസർ നെയിം എന്താണ്, അയാളുടെ പാസ്വേഡ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾക്ക് അറിയേണ്ടത്. അതെന്താണ്? ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ഒരാളെ ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കമ്പനീനെ ഹാക്ക് ചെയ്യാൻ 6 സ്റ്റെപ്സാണുള്ളത്. ഓക്കെ. നമ്മൾ 6 സ്റ്റെപ്സിലേക്ക് വരും. ബിഫോർ ഗോയിങ് ഇൻ ടു ദാറ്റ്, ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത് പറയുന്നത്, നമ്മളിവിടെ കാണുന്ന റിക്കോണസൻസ് എന്ന് പറയുന്നത്. റിക്കോണസൻസ് എന്ന് വെച്ചാൽ മാക്സിമം പരമാവധി അവരെക്കുറിച്ചിട്ട് അറിയാമെന്നുള്ളതാണ്. ആ അറിയുന്നതാണ് എന്ത് നമ്മൾ ഈ OSINT ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. OSINT ഉപയോഗിച്ച് മാത്രമല്ല നമ്മൾ റിക്കോണസൻസ് ചെയ്യുക, പക്ഷേ OSINT ആണ് ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഈ OSINT എന്ന് പറയുന്നത് വെറും സൈബർ സെക്യൂരിറ്റീൻ്റെ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന കാര്യമല്ല. ഇത് ജേർണലിസ്റ്റുകളും മിലിറ്ററി എക്സ്പേർട്സും ഇവരൊക്കെ ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. ഓക്കെ. അപ്പം ഫേസ്റ്റ്ലി നമ്മൾ OSINT ചെയ്യുമ്പോൾ ഏതൊരു വിഷയം പോലെ നമുക്കതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കൊരു ധാരണ വേണം. അല്ലാണ്ട് ഒരാളെ പറ്റി എന്തൊക്കെയോ കണ്ടുപിടിക്കലല്ല. ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവാണ്. നമുക്ക് എന്താണ് വാട്ട്സ് ഒബ്ജക്റ്റീവ്, നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് കമ്പനീൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത്, അത് കണ്ടുപിടിക്കാൻ ഏതൊക്കെ സോഴ്സസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അയാൾ എവിടെയാണ് പഠിച്ചത്, ഓക്കെ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാൾ സാമ്പത്തികമായിട്ട് എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എളുപ്പത്തിലൊരു സോഴ്സാണ് ലിങ്ക്ഡിൻ. കാരണം ലിങ്ക്ഡിനിൽ പോയാൽ അയാളുടെ സ്കൂളും അയാളുടെ കോളേജും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അയാൾ ഭയങ്കര വലിയ US പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചെങ്കിലും ഓക്കെ, ഫൈനാൻഷ്യലി ചാൻസസ് ആർ ഭയങ്കര വെൽ ഓഫ് ഫാമിലിയിൽ നിന്നായിരിക്കും അവർ വരുന്നത്. അതിന് അതല്ല, സാധാരണ നാട്ടിലുള്ളൊരു കോളേജിലാണ് പഠിച്ചത്. മോശമായിട്ട് പറയാമല്ലോ കേട്ടോ, ഞാൻ പറയാം. അങ്ങനെയാണ് പഠിച്ചതെങ്കിൽ ഒരു പാരലൽ കോളേജിൽ എങ്ങനെയാണ് പഠിച്ചതെങ്കിൽ ഓക്കെ, അയാൾ ഫൈനാൻഷ്യലി അത്ര ഇതല്ല, അയാൾ എന്നിട്ട് വന്നതാണ്. അപ്പം നമ്മൾക്ക് ഏത് കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ നോക്കണമെന്ന് മനസ്സിലാവും. പിന്നെ OSINT ചെയ്യാൻ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സോഴ്സാണ് എന്ത്, ഞാൻ ലെറ്റ് മീ ഷോ യു മൈ ഫേസ്. ഇത് പറയുമ്പോൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് OSINT, അതായത് ആളുകളുടെ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനമാണ് എന്ത്, ലോ ആൻഡ് ബിഹോൾഡ് ഇൻസ്റ്റാഗ്രാം. ഓക്കെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ഞാൻ പറയുമ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ പറ്റുന്നത്. ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നിങ്ങൾ ബടക്കത്തരം കളിക്കൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒബ്വിയസ്ലി യു വോണ്ട് ഇൻഷാല്ലാ. ഓൾറൈറ്റ്. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. ഓക്കെ. ഞാനിന് ഉത്തരം ഇപ്പം തരൂല, അടുത്ത ആഴ്ച പറഞ്ഞുതരും ഇൻഷാല്ലാ. അല്ലെങ്കിൽ ഞാൻ അടുത്ത നമ്മളെ ലൈവ് സെഷനിൽ പറഞ്ഞുതരും. അതായത് ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം.
ഒരു പെൺകുട്ടി നിഖാബിയാണ്. ആ പെൺകുട്ടി പുതുതായി സെലഫിയത്തിലേക്ക് വന്ന പെൺകുട്ടിയാണ്. ഞാൻ റിയൽ കേസാട്ടോ പറയുന്നത്. ഞാനിത് നിങ്ങളെങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു നിഖാബിയാണ്, സെലഫിയത്തിലേക്ക് പുതുതായിട്ട് നിഖാബ് ധരിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഈ പെൺകുട്ടീൻ്റെ അക്കൗണ്ട് പ്രൈവറ്റാണ്. ഓക്കെ, പെൺകുട്ടീൻ്റെ അക്കൗണ്ട് പ്രൈവറ്റാണ്. പക്ഷേ പെൺകുട്ടീൻ്റെ ബയോയിൽ എന്തുണ്ട്, അവരെവിടെയാണ് പഠിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പെൺകുട്ടീൻ്റെ ഫോട്ടോ കിട്ടാൻ വഴിയുണ്ടോ? പെൺകുട്ടീൻ്റെ അക്കൗണ്ട് പ്രൈവറ്റാണ്. ഓക്കെ, പെൺകുട്ടീൻ്റെ DP ഇല്ല. ആ പെൺകുട്ടീൻ്റെ പേരുണ്ട്, പെൺകുട്ടി എവിടെയാണ് പഠിച്ചത് എന്നുണ്ട്. അവരുടെ ബയോയിൽ പൊതുവെ ആളുകൾ കൊടുക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പഠിച്ചത് കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ KSU 2021 2025 അങ്ങനെയെല്ലാം കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പൊതുവെ ആളുകൾ കൊടുക്കുന്ന വിഷയമാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ചോദ്യം ഇതാണ്, ആ പെൺകുട്ടീൻ്റെ ഫോട്ടോ റിട്രീവ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ നാട്ടിൽ ഇത് നിങ്ങൾ കേവലം സൈബർ സെക്യൂരിറ്റി ബുദ്ധി വെച്ച് മാത്രമല്ല, നമ്മളെ നാട്ടിലെ കൾച്ചറും നമ്മളെ നാട്ടിൽ സോഷ്യൽ മീഡിയ ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് ലമീസി നിങ്ങളിതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, ഈ ഒരു ഉത്തരം. ഓക്കെ, ഇതിന് വളരെ ഓൾമോസ്റ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, വളരെ റെയർ കേസസിലാണ് ഇത് വർക്ക് ചെയ്യാത്തുള്ളൂ. ഇസ്ലാമിക് കോളേജസിലൊക്കെ ഒന്നും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. പക്ഷേ ജനറലി ഞാൻ പറയുമ്പോൾ കൂടുതൽ ക്ലൂ കിട്ടും. ജനറലി ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഹൈ ചാൻസ് ആ പെൺകുട്ടീൻ്റെ ഫോട്ടോ കിട്ടുന്ന, പ്രത്യേകിച്ച് പുതുതായി സെലഫിയത്തിലേക്ക് വന്ന് പുതുതായി ദീന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന പെൺകുട്ടിയാണെങ്കിൽ ഈ പെൺകുട്ടീൻ്റെ ഫോട്ടോ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നത് ശരിയാണെന്നോ ഇത് ചെയ്യണമെന്നോ അല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കോഴ്സിൽ ഒരുപാട് പടക്കത്തരാണ് നമ്മൾ പഠിക്കുക. എങ്ങനെ ഹാക്ക് ചെയ്യണം, എങ്ങനെ ആളുകളെ സ്റ്റോക്ക് ചെയ്യണം, ഇതെല്ലാം പഠിക്കുക. ഇത് നമ്മൾ പഠിക്കുന്നതിനാണ്. എങ്ങനെയാണോ ഒരു സെക്യൂരിറ്റി ഗാർഡ് എവിടേക്കാണ് വീക്ക് പോയിൻറ്റ്സ് ഉള്ളതെന്ന് പഠിക്കുന്ന പോലെ നമ്മൾ പഠിക്കാൻ. നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, പക്ഷേ ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞങ്ങളോട് ചോദിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ അതാണ് നമ്മൾ ചോദ്യം. എനിവേയ്സ്, അപ്പം കമ്മിങ് ബാക്ക് ടു ദ PDF നമ്മളെന്ത് ചെയ്യണം? വെയിറ്റ്, ഞാൻ ഷെയർ ചെയ്തിട്ടില്ലല്ലേ. നമ്മൾ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ഒബ്വിയസ്ലി ഡാറ്റ കളക്ട് ചെയ്യണം. അതിന് വ്യത്യസ്ത മാൽട്ടിഗോ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള നമ്മളിങ്ങനെ ചാർട്ട് പോലെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച ഇൻഫർമേഷനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടാവും. ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസുകാരൻ അവരുടെ ഇങ്ങനെ ഒരു വലിയൊരു ചാർട്ട് ബോർഡ് അല്ലെങ്കിൽ ഒരു വലിയൊരു നോട്ടീസ് ബോർഡ്, അതിൻ്റെ അകത്ത് കള്ളൻ്റെ ഫോട്ടോ, പിന്നെ അവിടെ നിന്നൊരു സ്ട്രിങ്, ഒക്കെ കള്ളന് കണക്ട് ചെയ്ത ആളുകൾ അങ്ങനെ കാണിക്കുന്ന കള്ളൻ്റെ വിക്ടംസ് അല്ലെ കൊലയാളിൻ്റെ വിക്ടംസ് തുടങ്ങി. അപ്പോൾ അതുപോലെ അത് ഡിജിറ്റലി നമുക്ക് ഉണ്ടാക്കി തരുന്ന സാധനമാണ് മാൽട്ടിഗോ എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ പഠിക്കും. ആ ടൂൾസ് എല്ലാം നമുക്ക് എവിടെയാണ് കിട്ടുക? കാലി ലിനക്സ് എന്താ? അതാണ് ഈ സെഷൻ്റെ നമ്മളെ ഫസ്റ്റ് പാർട്ട് ഓസിൻ്റും രണ്ടാമത്തെ പാർട്ട് കാലി ലിനക്സ് എങ്ങനെയാണ് കയറ്റേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പം കാലി ലിനക്സിൽ നമുക്ക് എത്താം. അപ്പോൾ അതിന് മുമ്പ് ലെറ്റ്സ് ഫിനിഷ് ദിസ് ഓഫ് ഇൻഷാല്ലാ. ഓക്കെ, അപ്പം ഈ എന്താണ് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, നമ്മൾ കിട്ടിയ ഇൻഫോർമേഷന് ചിലപ്പം ഉദാഹരണത്തിന് നിങ്ങളൊരു ആയിഷ സെന എന്ന് പറയുന്ന ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, എനിക്ക് ആയിഷ സെനേനെ അറിയില്ല, ജസ്റ്റ് മേഡ് അപ്പ് നെയിം. ആയിഷ സെന എന്ന് പറയുന്ന ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ആയിരിക്കും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. ആയിഷ സെന എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആയിഷ സെനകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ആയിഷ സെനേൻ്റെ ഇൻഫോർമേഷൻ തന്നെയാണോ ഇത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അല്ലെങ്കിൽ ജോൺ സ്മിത്ത് എന്ന് പറയുന്നത് മഹാ ക്രിമിനലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി. നോക്കുമ്പോൾ അത് വേറെ ഏതോ ജോൺ സ്മിത്ത് ആണെങ്കിൽ നമ്മളെ കാര്യം മൊത്തം പൊളിഞ്ഞോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെരിഫൈ ചെയ്യണം നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻസ്. അവസാനം അനലൈസ് ആൻഡ് റിപ്പോർട്ട്. അവസാനം നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് കണ്ടുപിടിക്കുകയല്ലോ. നമ്മളെന്തിനോ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷന് വേണ്ടി അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലുമായിരിക്കും ചെയ്യുന്നത്, ലോ എൻഫോഴ്സ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് പാർട്ടാണ്. ഓക്കെ, എനിവേയ്സ്, അപ്പം ഞാൻ അതിൻ്റെ കൂടുതൽ പറയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെയാണ് ഓസിൻറ്റിൻ്റെ സോഴ്സസ്, എവിടെയൊക്കെയാണ് സെർച്ച് എൻജിൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ഡോക്കിംഗ്, നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ, പിന്നെ സ്ക്രിപ്റ്റിൻ്റെ വിഷയം പറഞ്ഞില്ല, അത് പബ്ലിക് റെക്കോർഡ്സ്, ഡാറ്റ ബ്രീച്ചിൻ്റെ പറഞ്ഞല്ലോ. ഡാറ്റ ബ്രീച്ചിൻ്റെ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു intelbase.is എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലീഗ്ഡ് പാസ്വേഡ്സ് വരെ ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ യൂസ് ദാറ്റ് കെയർഫുള്ളി. പിന്നെ ഡാർക്ക് വെബ് ഉണ്ട്. ഡാർക്ക് വെബിൽ നമ്മൾ ഇൻഷാല്ലാ ഡാർക്ക് വെബിൽ നമുക്ക് കയറാം, ബട്ട് നോട്ട് നൗ. ഓക്കെ, നോട്ട് നൗ. ഡാർക്ക് വെബ് എന്ന് പറയുന്നത് കയറണ്ടോ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ബട്ട് നോട്ട് നൗ.
പിന്നെ ഗൂഗിൾ ഡോർക്കിംഗ് നമ്മൾ പറഞ്ഞു. ഗൂഗിൾ ഡോർക്കിംഗ് ഞാൻ ജസ്റ്റ് ഓടിച്ചു പോകണം, PDF ഞങ്ങൾ ബോറടിപ്പിക്കുകയല്ല. ഗൂഗിൾ ഡോർക്കിങ്ങിൽ എങ്ങനെയാണ് ഫയൽ ടൈപ്പ് നമ്മൾ ഉപയോഗിച്ചു, അതുപോലെ തന്നെ സൈറ്റ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് പ്ലേ അറൗണ്ട് വിത്ത് ഇറ്റ്. ഓൾറൈറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്. എനിവേസ്, ഇനി ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ, യെസ്, അതായത് ഇത് നിങ്ങളൊരു സ്പെസിഫിക് ടീമിൽ നിങ്ങളെ കൊണ്ടുപോയി ഇടണ്ട. ഓക്കെ, നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും തോന്നും, ഓ റെഡ് ടീമാണ് സൂപ്പർ. വെയിറ്റ്, എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു കമ്പനി, ഓക്കെ, എനിക്കൊരു കമ്പനി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കുറച്ച് വലുതാക്കി തട്ടെ, എന്നെ കാണാണ്ട് നിങ്ങൾക്ക് സങ്കടം അതുണ്ടോ? ഓക്കെ, I'm sorry for doing that. That sounds so bad. Okay. റെഡ് ടീം, ബ്ലൂ ടീം. ഓക്കെ, പേർപ്പിൾ ടീമിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. റെഡ് ടീം, ബ്ലൂ ടീം. അപ്പോൾ എന്താണ് ഈ റെഡ് ടീമിങ്, എന്താണ് ബ്ലൂ ടീമിങ്? ബ്ലൂ ടീമിങ് ആദ്യം പറയാം. ബ്ലൂ ടീമിംഗ് എന്ന് വെച്ചാൽ, ഒരു കമ്പനീൻ്റെ നിങ്ങൾ ഇപ്പോൾ ഒരു മോള്, ആ മോളിൽ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്ന ക്യാമറാസ്, ഒരുപാട് സ്ക്രീനുകൾ എന്നിട്ട് ഇങ്ങനെ. അവരുടെ പണിയെന്ന് വെച്ചാൽ, അവർക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. അവരുടെ പണിയെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ആരെങ്കിലും ബടക്കത്തരം കളിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കലാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കുത്തിരിക്കലാണ്. അതാണ് ആരുടെ പണി? ബ്ലൂ ടീമിൻ്റെ പണി. ബ്ലൂ ടീം എന്ന് വെച്ചാൽ പ്രൊട്ടക്ട്, മോണിറ്റർ, ഡിറ്റക്ട്, റെസ്പോണ്ട്, SOC. അവിടെ കാണാൻ തന്നെ നമുക്ക് ഒരുപാട് സ്ക്രീനിങ്ങൊക്കെ. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, SOCൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഉണ്ടാവും SOCകൾ നിറച്ചും സ്ക്രീൻ. ആക്ച്വലി ഇങ്ങനെ തന്നെയാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ SOC ലാബൊക്കെ ആക്ച്വലി ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് സ്ക്രീനുകളും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇത് ഒരു ഡ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ അല്ല. ആക്ച്വലി SOCകൾ ഇങ്ങനെ ഉണ്ടാവും, ഒരുപാട് സ്ക്രീനും അറ്റാക്ക് വരുന്ന സ്ഥലങ്ങളും. ഈ മാപ്പ് എന്തിനാണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ മാപ്പ് കാണുന്നില്ലേ, ഈ മാപ്പ് എന്തിനാണെന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെയാണ് അറ്റാക്ക് വരുന്നത് എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ബോട്ട്സിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നൊക്കെ. എനിവേസ്, അപ്പം അതാണ് എന്ത് ബ്ലൂ ടീമിങ്. റെഡ് ടീമിങ് ഇസ് വേർ തിങ്സ് ഗെറ്റ് ഇൻട്രസ്റ്റിംഗ്. റെഡ് ടീമിംഗ് എന്ന് വെച്ചാൽ, എനിക്ക് ഒരു കമ്പനി ഉണ്ട്, ലെറ്റ്സ് സേ. ഓക്കെ, എനിക്കൊരു എന്ത് കമ്പനിയാണുള്ളത്, ഒരു വലിയൊരു IT ഫേം ഉണ്ട്. ഓക്കെ, അപ്പം ഈ IT ഫേമിൻ്റെ മുതലാളിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കണം എൻ്റെ കമ്പനിയിൽ എന്തൊക്കെയാണ് സെക്യൂരിറ്റി ഫ്ലോസ് ഉള്ളത്, എന്തൊക്കെയാണ്, എവിടേക്കാണ് എനിക്ക് പാളിപ്പോകാൻ ചാൻസ് ഉള്ളത് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. സോറി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾ റെഡ് ടീമാണ്. ഓക്കെ, റെഡ് ടീമിങ് ചെയ്യുന്ന ഒരു ടീമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എനിക്കും നിങ്ങൾക്ക് മാത്രമാണ് ഇത് അറിയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ടോപ്പിലുള്ള ആളുകൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ത് നിങ്ങളെ ഞാനിത് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറയും, പൊളിച്ചോ, പൊളിച്ച് കണ്ടുപിടിച്ചോ. ഓക്കെ, എൻ്റെ കമ്പനിയിൽ എവിടെയാണ് ഫ്ലോസ് എന്ന് നിങ്ങളെന്ത് ചെയ്തോ, എന്നെ പരക്കെ ഹാക്ക് ചെയ്തോ. നിങ്ങളത് എന്തെങ്കിലും അത് അതിന് സ്കോപ്പ് അവർ ഡിഫൈൻ ചെയ്യും കേട്ടോ. പക്ഷേ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം, സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരും, അതായത് കമ്പനീൻ്റെ മുതലാളിയായ ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരും, ഹാക്ക് ചെയ്തു. എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഹാക്ക് ചെയ്തോ. ഓക്കെ, ഇതെന്തിനാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഈ പെർമിഷൻ തരുന്നത് എനിക്ക് എൻ്റെ കമ്പനീൻ്റെ ഫ്ലോസ് മനസ്സിലാക്കാനാണ്. എന്നിട്ട് നിങ്ങൾ ആ റിപ്പോർട്ട് എനിക്ക് സമർപ്പിച്ചിട്ട് എനിക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം? രണ്ടാളുകൾ ഹാക്ക് ചെയ്യുന്നതാണ്. ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്നാട്ടോ പറയുക, അതായത് നല്ല ഗുഡ് ബോയ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കറും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടുപേരും ഹാക്ക് ചെയ്യാണ്. രണ്ടുപേരും കമ്പനി ഹാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? ഒരാൾ ചെയ്താൽ അവൻ ജയിലിലേക്ക് പോകും, മറ്റേ ആൾ ചെയ്താലും ഹാക്ക് ചെയ്താലോ ഞാൻ അവനക്ക് പൈസ കൊടുക്കും. എന്താണ് വ്യത്യാസം? ഒരു വാക്കാണ് വ്യത്യാസം, പെർമിഷൻ. ഒരാൾക്ക് പെർമിഷൻ ഉണ്ട്, മറ്റേ പെർമിഷൻ ഇല്ല. അപ്പം ഞാൻ ഇയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ റെഡ് ടീമിലുള്ള ആളുകൾ, റെഡ് ടീമിൻ്റെ ആളുടെ ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നുണ്ട്, ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവർ കമ്പനീൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഇങ്ങനെ കാത്തു വെക്കും, അവരുടെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ, കോർപ്പറേറ്റിലൊരു കൾച്ചർ ഉണ്ട്. ഈ പാസ്വേഡുകൾ സ്റ്റിക്കി നോട്ട്സിൽ പാസ്വേഡ്സ് എഴുതി വെക്കൽ. അപ്പം ഈ സ്റ്റിക്കി നോട്ട്സ് എന്ത് ചെയ്യും, കമ്പനി എന്തായാലും വേസ്റ്റിലിട്ടിട്ട് അവർ പുറത്തേക്ക് അറിയാമല്ലോ. അപ്പം ഈ കമ്പനി അമേരിക്കയിലൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവുക, അവരുടെ വലിയ അതിൻ്റെ ബിന്ന്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ കമ്പനീൻ്റെ ആൾ ബിന്നിലേക്ക് ഈ പേപ്പർ വേസ്റ്റ് ഇടുന്നതും ഇവരെന്ത് ചെയ്യും, ഇവർ ആ വേസ്റ്റ് ബിന്നിലേക്ക് ചാടിയിട്ട് അത് പരുതാൻ തുടങ്ങും. എന്നിട്ട് എന്തെടുക്കും, സ്റ്റിക്കി നോട്ട്സ് എടുക്കും. ഈ സ്റ്റിക്കി നോട്ട്സ് കിട്ടിയാൽ അവർക്ക് എന്ത് ചെയ്തു, പാസ്വേഡ് കിട്ടി. പൊതുവേ വൈഫൈൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗിൻ ക്രെഡൻഷ്യൽസ് ഒക്കെയാണ് ഇവരെ എഴുതി വെക്കുക. അപ്പം അവർക്ക് എന്ത് ചെയ്തു, പാസ്വേഡ് കിട്ടി. പിന്നെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ എളുപ്പമായി. അപ്പം അങ്ങനെ എത്രത്തോളം എന്ന് വെച്ചാൽ
ഒരു റെഡ് ടീമിങ് എൻ്റെ ഒരു സഹോദരൻ, സൗദിയിലുള്ളൊരു സഹോദരൻ അറിയാതിലുള്ള അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കമ്പനീൻ്റെ എംപ്ലോയീസിനെ കണ്ടുപിടിക്കുക. എങ്ങനെ എംപ്ലോയീസിനെ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞു ഓസിൻ്റെ ചെയ്യും, ലിങ്ക്ഡിനുമായി കണ്ടുപിടിക്കും. ഓക്കെ ലിങ്ക്ഡിനുമായി കണ്ടുപിടിച്ചിട്ട് ഈ ഏതെങ്കിലും കുറേ എംപ്ലോയീസ് ഉണ്ടല്ലോ, ഈ എംപ്ലോയീസിൻ്റെ സോഷ്യൽ മീഡിയ തപ്പും. ആരെങ്കിലൊക്കെ പ്രൊഫൈൽ പബ്ലിക് ഉണ്ടാവും. ഈ പബ്ലിക് പ്രൊഫൈൽ ഉണ്ടായിട്ട് ആളുകൾ ആരെങ്കിലൊക്കെ ID കാർഡ് ഇട്ടുകൊണ്ട് സെൽഫിയോ ഫോട്ടോ എന്തോ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സെൽഫി എടുത്ത് ഇവർക്ക് ID കാർഡ് എങ്ങനെയാണുള്ള രൂപം കിട്ടി, അവർക്ക് എന്ത് ചെയ്താൽ മതി, ഈ ID കാർഡ് അവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഈ ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡ് വെച്ചിട്ട് കമ്പനിയിലേക്ക് അങ്ങ് കയറും. ആളുകൾക്ക് മനസ്സിലാവില്ല. ഓക്കെ. പിന്നെ വേറൊന്നാണ് ടെയിൽ ഗേറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ആക്സസ് കാർഡ് വെച്ചിട്ട് ഇത് വെച്ചു, അപ്പോൾ മറ്റേ ഡോറ് തുറന്നു. അപ്പോൾ ഡോറ് തുറന്ന് അടക്കുന്നതിന് മുമ്പ് ഇയാളുടെ ബാക്കിൽ തന്നെ അങ്ങ് കയറി പോവാം. അപ്പോൾ ഇതെല്ലാം ചെയ്യും റെഡ് ടീമിങ്. അതായത് റെഡ് ടീമിങ് എന്ന് വെച്ചാൽ ശരിയായി എത്രത്തോളം എന്ന് വെച്ചാൽ ചില ടൈമിന് കളവ് വരെ ഇവർ പറയും. റെഡ് ടീമിങ്ങിൻ്റെ ചില ആളുകൾ ചില സാഹചര്യത്തിൽ അതുവരെ ചെയ്യും. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയും, ഇപ്പോൾ ഒരു USB കൊടുത്തിട്ട് ഒരു ബാഡ് USB വെച്ചാൽ വൈറസ് ഉള്ള USB കൊടുത്തിട്ട് പറയും ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫയൽ. കാരണം ഇവർ പക്ക കമ്പനീൻ്റെ ഒരു സ്റ്റാഫ് പോലെ ഉണ്ടാവുക. എന്നിട്ട് പറയും അതൊന്ന് കുത്തണം, എനിക്ക് അത്യാവശ്യമായിട്ട് ഇതിനകത്തൊരു PDF ഇങ്ങളൊന്ന് എനിക്ക് അയച്ചു തരുമോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവർ കൊടുക്കും. ഇവരുടെ ഓഫീസിലെ സിസ്റ്റത്തിൽ കുത്തി ആ ടൈം മുതൽ കമ്പ്യൂട്ടർ വൈറസ് ചെയ്യും, ഇവരുടെ കൺട്രോളായി. അപ്പോൾ തുടങ്ങി ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് റെഡ് ടീമിങ്. ഓക്കെ. റെഡ് ടീമിങ്ങും ബ്ലൂ ടീമിങ്ങും രണ്ട് വ്യത്യസ്തമാണ്. പർപ്പിൾ ടീം എന്ന് വെച്ചാൽ രണ്ടും ചെയ്യുന്ന ആളുകൾ. ഓക്കെ. എൻ്റെ അകത്ത് പറയുന്ന പോലെ ദ ബ്രിഡ്ജ് പീപ്പിൾ ഹു ഡു ബോത്ത് ഓർ മേക്ക് റെഡ് ആൻഡ് ബ്ലൂ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇംപ്രൂവ് ടുഗെദർ. ഓക്കെ. പിന്നെ GRC ആൻഡ് കംപ്ലയൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഏതൊരു വിഷയവും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസീസും ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നൊരു കമ്പനിയാണെങ്കിൽ നിങ്ങൾ ഇത്ര നേരം ഇത്ര വർഷത്തിൽ ഇത്ര പ്രാവശ്യം പെനട്രേഷൻ ടെസ്റ്റിംഗ് നടത്തണം, ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അത് വേറെ ടീമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾറൈറ്റ്. അപ്പം ഇതാണ് ഓസിൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഓസിൻറ്റിനെ കുറിച്ച് നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെയുള്ളത് ഓസിൻറ്റിൻ്റെ എത്തിക്സാണ്. അത് ഞാൻ കൂടുതൽ പറയണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, കൂടുതലും നിങ്ങൾക്ക് തന്നെ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരും. ഓക്കെ. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. മെയിനായിട്ട് ഓസിൻ്റെ ചെയ്യാൻ പഠിക്കാൻ ഏറ്റവും നിങ്ങൾക്ക് ഏതൊരു വ്യക്തിനെയാണ് ടാർഗറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നിങ്ങളെ തന്നെ. നിങ്ങളെന്തൊക്കെ പാസ്വേഡ്സ് ഉണ്ട്, നിങ്ങളുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടോ, നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾ അറിയുമ്പോൾ രണ്ട് കാര്യമായി. ഒരു വഴിക്ക് രണ്ട് പക്ഷേ, ഒന്ന് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാനും കിട്ടി, രണ്ടാമത്തത് നിങ്ങൾക്കിത് ഇല്ല അവിടെ ഉണ്ട് എന്നും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാസ്വേഡ്സൊക്കെ മാറ്റണമെങ്കിൽ ഏത് ഡാർക്ക് വെബിൽ പോയി എന്താ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന പാസ്വേഡ്സ് ഡാർക്ക് വെബിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പാസ്വേഡ്സ് മാറ്റാൻ പറ്റുകയും ചെയ്യും. ഓൾറൈറ്റ്. അപ്പം ഇതാണ് ഓസിൻറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മളെങ്ങനെയാണ് കാലി ലിനക്സ് നമ്മളെ മെഷീനിലേക്ക്, നമ്മളെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ള വിഷയത്തിലേക്കാണ് പോകുന്നത്. സോ സീ യു ഇൻ പാർട്ട് 2. ബറക്കല്ലാഹു ഫീക്ക്. ഓൾറൈറ്റ്, വെൽക്കം ടു പാർട്ട് 2 ഓഫ് സെഷൻ 1. ഇതിനകത്ത് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കാലി ലിനക്സ് നിങ്ങളുടെ മെഷീനിലേക്ക്, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വിഷയമാണ്. പക്ഷെ അതിന് മുമ്പ് എന്താണ് ഈ കാലി ലിനക്സ്, എന്താണ് ലിനക്സ്, എന്താണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് മൊത്തം പറഞ്ഞ് ബേസ് ബിൽഡ് ചെയ്തിട്ട് പോകാം. ഫസ്റ്റ്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ, ഞാൻ ഇത് ഷെയർ ചെയ്യാം. ഓക്കെ. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓക്കെ. എന്നെ കുറച്ചുകൂടി വലുതാക്കാം, എന്നെ പിടിച്ച് മേലിടാം. ഓക്കെ. ഡോർ സൈഡിലേക്കൊക്കെ. ഓൾറൈറ്റ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഞാൻ ടെക്നിക്കൽ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ ആലോചിക്കുക. നിങ്ങളൊരു കമ്പനി ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ കമ്പനിയിൽ സ്റ്റാഫുകളുണ്ട്, ഒരുപാട് പണികളുണ്ട്, ഒരുപാട് ഡിവൈസസ് ഉണ്ട്, പ്രിൻറ്റേഴ്സ് ഉണ്ട്, ലാപ്ടോപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും മാനേജ് ചെയ്യാൻ ആരുമില്ല. അത് ഓരോ ആളുകൾ ഒരുത്തന്നെ ഇഷ്ടമുള്ള ടൈമിൽ ഓൻ പ്രിൻ്റർ ആക്സസ് ചെയ്യും, മറ്റവന് ആരോട് എന്ത് പണിയെടുക്കണം എന്ന് പറയാനോ ഒന്നുമില്ല. ഒരു മാനേജർ ഇല്ലാത്തൊരു ആകെ മൊത്തം കൊളായൊരവസ്ഥയായിരിക്കും അല്ലേ. അപ്പോൾ മൊത്തം മേൽനോട്ടം വഹിക്കാനും ആർക്കൊക്കെ എന്തൊക്കെ പണി, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ഉണ്ട്, ക്ലീനറിനും കമ്പനീൻ്റെ സെർവറിലേക്ക് ആക്സസിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ ലെവൽ വരെ ആക്സസ് ഉണ്ട് എന്നൊക്കെ നോക്കി നടത്താൻ ഒരു മാനേജറിൻ്റെ ആവശ്യം ഉണ്ടാവും. ആ മാനേജറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഇപ്പം ക്യാമറ ഉണ്ട്, അതിന് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ട്, പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ ഒരുപാട് ആപ്പുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടൈമിൽ വാട്സപ്പ് പറയും എനിക്ക് ക്യാമറ വേണം, അപ്പോൾ അതേ ടൈമിൽ ലാപ്ടോപ്പിൽ വാട്സപ്പ് ഉണ്ടല്ലോ. ഓക്കെ. അതേ ടൈമിൽ സ്കൈപ്പ് പറയും എനിക്കും ക്യാമറ വേണം, അപ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടത്?
ഓക്കെ. അങ്ങനെ വ്യത്യസ്ത ആപ്പുകളും വ്യത്യസ്ത ഇങ്ങനെ ആകെ മൊത്തം എല്ലാവരും ആവശ്യപ്പെടുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ മൊത്തത്തിൽ മാനേജർ ആവലാണ് ആരുടെ പണി? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പണി. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യുവർ കമ്പ്യൂട്ടർ ഇസ് മെയ്ഡ് ഓഫ് ഹാർഡ്വെയർ, സർക്യൂട്ട്സ്, പ്രോസസ്സേഴ്സ്, മെമ്മറി, സ്റ്റോറേജ്, എക്സെട്ര. ബട്ട് ഹാർഡ്വെയർ ഓൺ ഇറ്റ്സ് ഓൺ ഇസ് ജസ്റ്റ് എക്സ്പെൻസീവ് സാൻഡ്. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് മേക്സ് ഇറ്റ് യൂസബിൾ. ഇറ്റ് ടോക്സ് ടു ദ ഹാർഡ്വെയർ ആൻഡ് ലെറ്റ്സ് യു അനദർ സോഫ്റ്റ്വെയർ ഇൻട്രാക്ട് വിത്ത് ഇറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനുഷ്യന്മാർക്ക് നമ്മൾ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് വൺസ് ആൻഡ് സീറോസ് ആണ്. ഓക്കെ. ഒന്നും പൂജ്യമാണ്. കമ്പ്യൂട്ടറിന് എന്ത് വിഷയവും നമ്മൾ നടിക്കുന്നത് കുറേ വൺസ് ആൻഡ് സീറോസിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കീബോർഡിൽ നടിക്കുമ്പോൾ അത് നമ്മളുടെ ഹ്യൂമൻ ഫോമിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഫോമിലേക്കൊക്കെ മാറ്റുന്ന പണി ആരൊക്കെയാണ്? അതെല്ലാം ചെയ്യേണ്ടത് അതൊക്കെ നമ്മളിന്ന് സ്വീകരിച്ച് മൊത്തത്തിലൊരു മാനേജർ ആണ് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം വ്യത്യസ്ത ടൈപ്പുള്ള മാനേജേഴ്സ് ഉണ്ട്. ഓക്കെ. അവിടെയാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്ത്? വിൻഡോസ്. ഈ കാണുന്ന ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പിൽ ഇത് കാണുന്നെങ്കിൽ ചാൻസസ് ആറും മിക്കവാറും എല്ലാവരുടെയും ലാപ്ടോപ്പ് എന്ത് ചെയ്യും? വിൻഡോസ് ആയിരിക്കും. മൈക്രോസോഫ്റ്റിൻ്റെയാണ് വിൻഡോസ്. ഇനി അതല്ലെങ്കിൽ മാക് ഒ എസ് ആയിരിക്കും. ഓക്കെ. മാക് ഒ എസ് ആപ്പിളിൻ്റെതാണ് മാക് ഒ എസ്. നിങ്ങളുടെ അടുത്ത് മാക് ആണ് ഉള്ളതെങ്കിൽ മാക് ഒ എസ്. അതും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ലിനക്സ് ആണ്. ഓക്കെ. ലിനക്സ് എന്ന് പറയുന്നത് വിൻഡോസ് പോലെ മാക് ഒ എസ് പോലെ ഒന്നല്ല. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് അത് എന്താ പറയുക, ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പം എങ്ങനെ പറയുന്നത്, ലിനക്സ് ഉപയോഗിച്ച് വ്യത്യസ്ത ഫ്ലേവറുകളുണ്ട്. ഫ്ലേവർ എന്നതിന് പറയാം. ഓക്കെ. വ്യത്യസ്ത ഫ്ലേവർ കാണിച്ചത് അത് കാലി ലിനക്സ് ഒരു ഫ്ലേവറാണ്, ഉബുണ്ടു ഒരു ഫ്ലേവറാണ്. ഓക്കെ. ആർച്ച് ലിനക്സ് ഒരു ഫ്ലേവറാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ആവശ്യം എന്താണെന്ന് വെച്ചാൽ കാലി ലിനക്സ് ആണ്. ഓക്കെ. അപ്പം വൈ കാലി ലിനക്സ്? എന്തുകൊണ്ട് നമുക്ക് വിൻഡോസ് ചെയ്തുവിടാം? നമുക്ക് വിൻഡോസിലും ചെയ്യാം. ഓക്കെ. പക്ഷേ കാലി ലിനക്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിൻഡോസിലിപ്പം മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പെയിൻറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഓക്കെ. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് വിൻഡോസ് കയറ്റുമ്പോൾ തന്നെ വരുന്നുണ്ട്. അതുപോലെ പ്രീ ബിൽട്ടായിട്ട് കാലി ലിനക്സിൽ ഒരുപാട് ഹാക്കിംഗ് ടൂൾസ് ഉണ്ട്. നെറ്റ്വർക്ക് ഹാക്കിംഗ് ടൂൾസ്, പാസ്വേഡ് സ്നിഫേഴ്സ്, പിന്നെ വൈറസ് ഉണ്ടാക്കുന്ന MSF വെനം പോലത്തെ അങ്ങനെ ഒരുപാട് ഹാക്കിംഗ് ടൂൾസ് ബിൽട്ടിനായിട്ട് എന്തിലുണ്ട്? കാലി ലിനക്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ പ്രിഫറൻസ് കാലി ലിനക്സ്. ഇത് പഠിക്കുമ്പം കാലി ലിനക്സ് ആണത്. ഒരുപാട് ടൂൾസുകൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ബിൽട്ട് ആയിട്ടുണ്ട്. ഇനിയുള്ളത് ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. എന്താണ് വിർച്വൽ മെഷീൻ? അപ്പോൾ വിർച്വൽ മെഷീനിലേക്ക് പോകുന്നതിന് മുമ്പ് വിർച്വൽ മെഷീൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് അഭിനയിക്കും കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് വിൻഡോസ് ആയിരിക്കും, അല്ലെങ്കിൽ മാക് ആയിരിക്കും. ഓക്കെ. അപ്പം ഞങ്ങളോട് പറയാണ്, ഓക്കെ നമുക്ക് വിൻഡോസ് മാക്കോ അല്ല വേണ്ടത്, നമുക്ക് കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുക? നിങ്ങൾ കാലി ലിനക്സ് വേറെ ലാപ്ടോപ്പ് വാങ്ങാമെന്നോ ചെയ്യാം? കാരണം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ളത് വിൻഡോസ് ആണ്, അല്ലെ മാക്കാണ്. അപ്പോൾ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മൾ വിർച്വൽ മെഷീൻ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. വിർച്വൽ മെഷീൻ എന്ന് വെച്ചാൽ ബേസിക്കലി സംഭവം എളുപ്പമാണ്. വിർച്വൽ മെഷീൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അതേ റിസോഴ്സസ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലൊരു വേറെ മിനി കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത്. ഈ മിനി കമ്പ്യൂട്ടറും നിങ്ങളുടെ മെയിൻ കമ്പ്യൂട്ടറായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മിനി കമ്പ്യൂട്ടർ ഫുൾ ഹാക്കായി വൈറസ് കയറി ചളപ്പായാലും നിങ്ങളുടെ മെയിൻ സിസ്റ്റം സേഫ് ആയിരിക്കും. ഓക്കെ. അപ്പം ഇതിനെക്കൊണ്ട് മൾട്ടിപ്പിൾ ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, നിങ്ങളുടെ ഇപ്പം എൻ്റെ ലാപ്ടോപ്പ് മൈക്രോസോഫ്റ്റാണ്, മൈക്രോസോഫ്റ്റ് വിൻഡോസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ചിലപ്പോൾ മാക് ആയിരിക്കും, ചിലപ്പോൾ വിൻഡോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് ഉള്ള ലാപ്ടോപ്പിൽ കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. കാരണം നിങ്ങൾ വലിയ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു മിനി കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ട്. ഓക്കെ. അപ്പോൾ ഈ മിനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുക നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ CPU റാമും സ്റ്റോറേജൊക്കെ തന്നെയാണ്. പക്ഷേ അത് ക്ലിയർലി ഐസൊലേറ്റഡ് ആയിരിക്കും. ഏതുപോലെ തന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഹോട്ടലുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ വെള്ളത്തിൻ്റെ പൈപ്പ് പോകുന്നതും മറ്റേ എയർ കണ്ടീഷനും എല്ലാം വരുന്നത് ഒരേ പൈപ്പിൽ നിന്നായിരിക്കും. പക്ഷേ ഓരോ റൂമിന് അത് സെപ്പറേറ്റാണ്, ഐസൊലേഷൻ ഉണ്ട് അല്ലേ? ഓരോ റൂമിന് സെപ്പറേറ്റ് ഐസൊലേഷൻ ഉണ്ട്, സെപ്പറേറ്റ് മീറ്ററുകളുണ്ട്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുപോലെ നമ്മളുടെ സിസ്റ്റത്തിൽ വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഹൈപ്പർവൈസർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, പീസ് ഓഫ് സോഫ്റ്റ്വെയർ കോൾ ഹൈപ്പർവൈസർ ക്രിയേറ്റ്സ് എ ഫേക്ക് കമ്പ്യൂട്ടർ ഇൻസൈഡ് യുവർ റിയൽ കമ്പ്യൂട്ടർ. നിങ്ങളുടെ റിയൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു ഫേക്ക് കമ്പ്യൂട്ടർ ഉണ്ടാക്കും, ഒരു മിനി മെഷീൻ ഉണ്ടാക്കും. ഓക്കെ. ഇതിനാണ് നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി ഇത് ചെയ്യാൻ പോകണം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് രണ്ട് കാര്യം ആവശ്യമുണ്ട്. ഒന്നാമത്തത്, നമുക്ക് ഇങ്ങനത്തെ മിനി കമ്പ്യൂട്ടറൊക്കെ റൺ ചെയ്യാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ നമ്മളുടെ സിസ്റ്റത്തിൽ വേണം. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഇത് കയറ്റി ഇനി ഇതിൻ്റെ അകത്ത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ കയറ്റേണ്ടത് എന്നുള്ള വിഷയമുണ്ട്. മനസ്സിലായില്ല? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ മെയിൻ സിസ്റ്റം
ആ മെയിൻ സിസ്റ്റത്തിൽ ഇപ്പം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അകത്ത് കാലി ലിനക്സ് കയറ്റണം. കാരണം കാലി ലിനക്സ് ആണ് നമ്മൾ ഹാക്കിങ്ങിന് ഉപയോഗിക്കാം, ഹാക്കിങ്ങും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. അപ്പം ഇത് ഈ കാലി ലിനക്സ് ഹോസ്റ്റ് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിക്കില്ലെങ്കിൽ നിങ്ങൾ വിൻഡോസ് മൊത്തം ഒഴിവാക്കിയിട്ട് മെയിൻ മെഷീനിൽ തന്നെ, മെയിൻ സിസ്റ്റത്തിൽ തന്നെ കാലി ലിനക്സ് കയറ്റാം. അതല്ലെങ്കിൽ മെയിൻ മെഷീനിൽ നിങ്ങൾക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ആ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ കാലി ലിനക്സ് റൺ ചെയ്യാം. ഓക്കെ, അപ്പം 2 കാര്യം. ഒന്ന്, ആ സോഫ്റ്റ്വെയർ വേണം. പിന്നെ നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ അവസ്ഥയിൽ കാലി ലിനക്സ് ആണ്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ. അപ്പോൾ ഫേസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പം ഈ വെർച്വൽ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, വെർച്വൽ മെഷീൻ റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് VMware എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതും പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമ്മളെന്താണ്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്നൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാം, അതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് വീക്കിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ സിസ്റ്റത്തിൽ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഒരുപാട് സംശയങ്ങൾ വന്നേക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബ്രദേഴ്സിൻ്റെ ഇതൊക്കെ ബ്രദേഴ്സ് ഗ്രൂപ്പ് ചോദിക്കാം, സിസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കെങ്കിലും അറിയെങ്കിൽ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, അതിനകത്തുള്ള നമ്മളുടെ അഡ്മിൻസ് ഗ്രൂപ്പിലേക്ക് ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ഇൻഷാല്ലാ നമ്മളത് ക്ലിയർ ചെയ്ത് തരും. ബാറക്കല്ലാഹു ഫീക്. ഓൾറൈറ്റ്, പരമാവധി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് വെർച്വൽ മെഷീൻ ഡൗൺലോഡ് ചെയ്യല്ല. ഓക്കെ, ക്വൈറ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, വി ആർ ദേർ ടു ഹെൽപ്പ്. ബാറക്കല്ലാഹു ഫീക്. അപ്പം ദിസ് ഈസ് ദി ഫസ്റ്റ് session of cybersecurity, zero to cybersecurity of Zeen Academy. Barakallah feek. See you next week. Hayakallah.